ആളുകൾ തളർന്നു മരിക്കുന്നതുവരെയും ഒരു പട്ടണം മുഴുവൻ ദിവസങ്ങളോളം നൃത്തം ചെയ്ത കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? 1518 ഡാൻസിംഗ് പ്ലേഗിൻ്റെ യഥാർത്ഥ കഥയാണിത്. 1518 ജൂലൈയിൽ വിശുദ്ധ റോമാ സാമ്രാജ്യത്തിൻ്റെ ഭാഗമായിരുന്ന സ്ട്രാസ്ബർഗ് നഗരത്തിൽ ഫ്രാസ്ട്രോഫിയ എന്ന സ്ത്രീ തെരുവിലിറങ്ങി നൃത്തം ചെയ്യാൻ തുടങ്ങി. സംഗീതമില്ല, ആഘോഷങ്ങളില്ല, നിർത്താതെയുള്ള നൃത്തം മാത്രം. ദിവസങ്ങൾക്കുള്ളിൽ ഡസൻ കണക്കിന് ആളുകൾ അവർക്കൊപ്പം ചേർന്നു. ഒരു മാസത്തിനുള്ളിൽ ഏകദേശം 400 പേർ തെരുവുകളിൽ നൃത്തം ചെയ്യാൻ ആരംഭിച്ചു. അവർക്ക് നിർത്താൻ കഴിഞ്ഞില്ല. ചിലർ കാലുകളിൽ നിന്നും രക്തം വരുന്നതുവരെയും നൃത്തം ചെയ്തു. അവർ ബോധരഹിതരായി. പലരും പിന്നീട് എഴുന്നേറ്റില്ല. ക്ഷീണം, സ്ട്രോക്ക്, ഹൃദയാഘാതം എന്നിവ മൂലമാണ് ആളുകൾ മരിച്ചതെന്ന് ചരിത്രകാരന്മാർ പറയുന്നു. എന്തുകൊണ്ടാണിത് സംഭവിച്ചത് എന്ന് ആർക്കും വ്യക്തമായ ഉത്തരമില്ല. പലരും അത് എർഗോട്ട് വിഷബാധയാണെന്ന് കരുതുന്നു. അതായത് ബ്രെഡിലെ വിഷപ്പൂപ്പൽ ശക്തമായ മതിഭ്രമത്തിന് കാരണമായി എന്നും ആളുകൾ അവകാശപ്പെടുന്നു. ഇതിലെ ഏറ്റവും വിചിത്രമായ ഭാഗം, ഇതിനുള്ള ചികിത്സ കൂടുതൽ നൃത്തമാണെന്ന് കരുതിയ പ്രാദേശിക നേതാക്കൾ അവർ സ്റ്റേജുകൾ നിർമ്മിക്കുകയും സംഗീതജ്ഞന്മാരെ നിയമിക്കുകയും ചെയ്തു. ആളുകൾ അവരുടെ സംവിധാനത്തിൽ കൂടുതലായി നൃത്തം ചെയ്തു. ഒടുവിൽ പ്ലേഗ് സ്വയം അപ്രത്യക്ഷമായി. പക്ഷേ ഇത് ചരിത്രത്തിലെ വിശദീകരിക്കപ്പെടാത്ത ഏറ്റവും വിചിത്രമായ സംഭവങ്ങളിലൊന്നായി തുടരുന്നു.